1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കണ്ണംകുണ്ട് മാതൃകാ ട്രൈബൽ വില്ലേജിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനി. വെള്ളമില്ലെങ്കിൽ വോട്ടുമില്ലെന്ന് പട്ടികവർഗ കുടുംബങ്ങൾ. 2018 പ്രളയത്തിൽ വീടുകൾ തകർന്ന ചാലിയാർ പഞ്ചായത്തിലെ 34 പട്ടികവർഗ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി മാതൃകാ ഗ്രാമത്തിലാണ് പ്രാഥമികാവശ്യത്തിന് പോലും വെള്ളമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ പെടാപ്പാടുപെടുന്നത്. ഈ മാതൃകാ ഗ്രാമത്തിൽ 34 കുടുംബങ്ങൾക്കാണ് 7 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് സർക്കാർ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ പ്രളയം കഴിഞ്ഞ് 6 വർഷമായിട്ടും ഇതിൽ 14ഓളം കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് പ്രളയസ്ഥലത്തെ ഭാഗികമായി തകർന്ന വീടുകളിൽ തന്നെ. കണ്ണംകുണ്ടിലെ പുതിയ വീടുകളിലേക്ക് വരാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ വെള്ളമില്ലാത്തതാണ് ഇവർ പുതിയ വീടുകളിലേക്ക് എത്താൻ ഇനിയും വൈകുന്നതിന് പ്രധാന കാരണം. വകുപ്പ് മന്ത്രിയും കളക്ടറും MLAയും പഞ്ചായത്തും ഉടൻ വെള്ളമെത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അധികൃതരിൽ ഇനി വിശ്വാസമില്ലെന്നാണ് പട്ടികവർഗ കുടുംബങ്ങൾ പറയുന്നത്. ഇക്കുറി ആർക്കും വോട്ടില്ലെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം ഞങ്ങൾക്ക് കിട്ടും ഇന്നെങ്ങനെ ഞങ്ങൾ ഇവിടെ വോട്ട് എല്ലാവർക്കും കൊടുക്കുള്ളൂ. ഇനി BJPക്കായാലും മാർക്സിസ്റ്റിനായാലും കോൺഗ്രസിനായാലും ആർക്കായാലും ഞങ്ങൾ വെള്ളം കിട്ടാതെ ഞങ്ങൾ ഒരു മനുഷ്യന്മാർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കൂല. വരുന്നവര് വരിക, ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരും നിൽക്കും വേണ്ട. വെള്ളം കിട്ടിയോ എന്നാൽ ഞങ്ങൾ വോട്ട് എല്ലാവർക്കും കൊടുക്കും. ഇപ്പൊ അവിടെ ഞങ്ങള് അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവരാ, മറ്റേ അപ്പുറത്തുള്ളവരും ഇതും അതും ഒക്കെ ഞങ്ങളെല്ലാരും ഈ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഓലും എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അത് ഞങ്ങളെ വെള്ളം കൂടി മുട്ടിയത് തന്നെയല്ല. പിന്നെ ഞങ്ങൾക്ക് പോയാത്ത വെള്ളം കുടിക്കാൻ പറ്റുമോ? അത് കണ്ണ് കണ്ട അതും ഇതും മുഴുവനും ഒലിച്ചു വരുന്ന വെള്ളമാണ്. ആ വെള്ളം കുടിച്ചാൽ എന്തേലും ഐക്കുകൾ ഉണ്ടായിങ്ങാണ്ട് ഈ കുട്ടികൾക്ക് വല്ല സൂക്കടും വന്നു പോയാൽ ആരതിന് അജിനെ പറയുക? ആരും പറയാനുണ്ടാവില്ല. ആദ്യം വെള്ളം തരട്ടെ, എന്നിട്ട് വോട്ട് നൽകാം എന്നാണ് ഇവരുടെ ഉറച്ച നിലപാട്. പഞ്ചായത്ത് അധികൃതരോ ITDPയോ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഓരെന്താ പറയണേ, 6 മാസത്തിന്റെ ഉള്ളിൽ വെള്ളം കിട്ടും പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു പോയിട്ട് 6 മാസം കഴിഞ്ഞു. പിന്നെ പറഞ്ഞു 2 മാസം, അതും കഴിഞ്ഞു പോയി. ഇപ്പൊ ഞങ്ങള് വെള്ളമില്ലാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പുഴയെന്ന് ഞങ്ങൾ വെള്ളം അടിച്ചു കൊണ്ടുവന്നേരാ. അതുമില്ല, ഒരു ടാങ്ക് കൊണ്ടുവന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് കാര്യമായില്ലല്ലോ. അതിക്ക് വെള്ളം കൂടി വേണ്ടേ? ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കിണർ താഴെ ഞങ്ങൾ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. അവിടെ ഒരു കിണർ കുത്തി തരട്ടെ, അതുപോലെ ചെയ്യണില്ലല്ലോ. അതെന്താ ചെയ്തു തരാത്ത? ഓല് വന്നുങ്ങാണ്ട് ഇന്നലെ വന്ന് ബോട്ടുകാര് മിഞ്ഞാന്ന് വന്ന് എല്ലാരും ബോട്ട് പറഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് വരിക എന്നല്ലാതെ ഞങ്ങൾക്ക് അതിനെ പറ്റിങ്ങാണ്ട് ഒരു ഇത് ഓല് ചെയ്തു തരുന്നില്ല. ഓലെന്താ ചെയ്തു തരുന്നത്? ഒന്നും ചെയ്തു തരുന്നില്ല. വെള്ളം വരാത്ത പൈപ്പുകളും ഉണങ്ങിയുള്ള വെള്ള ടാങ്കുകളും മാത്രമാണ് ഇവിടെയുള്ളത്. കോളനിക്ക് സമീപമുള്ള പ്രകാശിന്റെ വീട്ടിലെ കിണറിൽ നിന്നുള്ള വെള്ളമാണ് 9 കുടുംബങ്ങളുടെ ആശ്രയം. വേനൽ കടുക്കും വരെ ഈ കിണറിൽ നിന്നും പ്രകാശൻ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തു കൊടുത്തിരുന്നു. വേനൽ കടുത്തതോടെ കിണറ്റിൽ അവശേഷിക്കുന്നത് 3 റിംഗ് മാത്രം വെള്ളമാണ്. അതിനാൽ ഇപ്പോൾ പ്രകാശനും 9 പട്ടികവർഗ കുടുംബങ്ങളും ഈ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുക്കുകയാണ്. പട്ടികവർഗ കുടുംബങ്ങൾ തലചുമടായാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഏവർക്കും ലെനോറയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ.